കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്ഷരമുറ്റം ക്വിസാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നാലാമത് തായ്ലൻഡ് ഓപ്പൺ ഇൻ്റർനാഷണൽ ബോക്സിംഗ് ടൂർണമെൻറ്റിൽ വിജയിച്ച രാജ്യമേത്? നാലാമത് തായ്ലൻഡ് ഓപ്പൺ ഇൻ്റർനാഷണൽ ബോക്സിംഗ് ടൂർണമെൻറ്റിൽ വിജയിച്ച രാജ്യം. ഉത്തരം ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യ. അടുത്ത ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ജമ്മു കാശ്മീർ. ഏതാണ്? ജമ്മു കാശ്മീരിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 2024 ഉള്ളൂർ സാഹിത്യ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? 2024 ഉള്ളൂർ സാഹിത്യ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഉത്തരം മഞ്ജു വെള്ളായണി. ആർക്കാണ് ലഭിച്ചത്? മഞ്ജു വെള്ളായണി. 2024 ഉള്ളൂർ സാഹിത്യ അവാർഡ് ലഭിച്ചിരിക്കുന്നത് മഞ്ജു വെള്ളായണിക്കാണ്. അടുത്ത ചോദ്യം: ടാറ്റ കെമിക്കൽസിൻ്റെ ചെയർമാനായി ആരെയാണ് നിയമിച്ചത്? ടാറ്റ കെമിക്കൽസിൻ്റെ ചെയർമാനായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം എസ് പത്മനാഭൻ. എസ് പത്മനാഭൻ. എസ് പത്മനാഭനെയാണ് ടാറ്റ കെമിക്കൽസിൻ്റെ ചെയർമാനായി നിയമിച്ചത്. അടുത്ത ചോദ്യം: തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ആരെയാണ് നിയമിച്ചത്? തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം CR പ്രസാദ്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ്? CR പ്രസാദ്. അടുത്ത ചോദ്യം: പ്രസവശേഷം കുഞ്ഞുങ്ങളുമായി ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്ന അമ്മമാർക്ക് സമ്മാനമായി വൃക്ഷത്തൈകൾ നൽകുന്ന പദ്ധതി ഏതാണ്? പ്രസവശേഷം കുഞ്ഞുങ്ങളുമായി ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്ന അമ്മമാർക്ക് സമ്മാനമായി വൃക്ഷത്തൈകൾ നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ജീവൻ പദ്ധതി. ഏതാണ്? ജീവൻ പദ്ധതി. അടുത്ത ചോദ്യം: ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനമേത്? ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം രാജസ്ഥാൻ. ഏതാണ്? രാജസ്ഥാൻ. അടുത്ത ചോദ്യം: കൊച്ചിയിൽ വെച്ച് അടുത്തിടെ പുറത്തിറങ്ങിയ അന്തക വള്ളികൾ എന്ന പുതിയ പുസ്തകം എഴുതിയതാരാണ്? ഉത്തരം നോക്കൂ, സേതു ആണ്. ഏതാണ്? സേതു. മാലിദ്വീപിൻ്റെ ആഗോള ടൂറിസം അംബാസഡറായി ആരെയാണ് തിരഞ്ഞെടുത്തത്? മാലിദ്വീപിൻ്റെ ആഗോള ടൂറിസം അംബാസഡറായി ആരെയാണ് തിരഞ്ഞെടുത്തത്? ഉത്തരം നോക്കൂ, കത്രീന കൈഫ്. ആരെയാണ് തിരഞ്ഞെടുത്തത്? കത്രീന കൈഫ്. മാലിദ്വീപിൻ്റെ ആഗോള ടൂറിസം അംബാസഡറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കത്രീന കൈഫിനെയാണ്. അടുത്ത ചോദ്യം: ഒരു പ്രധാന മഹാനഗരത്തിനടുത്ത് ഏറ്റവും കൂടുതൽ കാട്ടുപുള്ളിപ്പുലികൾ ഉള്ളതിനാൽ ഇന്ത്യയിലെ ഏത് നഗരത്തെയാണ് പുലി തലസ്ഥാനമെന്ന് പ്രഖ്യാപിച്ചത്? ഒരു പ്രധാന മഹാനഗരത്തിനടുത്ത് ഏറ്റവും കൂടുതൽ കാട്ടുപുള്ളിപ്പുലികൾ ഉള്ളതിനാൽ ഇന്ത്യയിലെ ഏത് നഗരത്തെയാണ് പുലി തലസ്ഥാനമെന്ന് പ്രഖ്യാപിച്ചത്? ഉത്തരം ഇതാണ്, ബാംഗ്ലൂർ. ഏതാണ്? ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രം. ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രം ഏതാണ്? ഉത്തരം ഇതാണ്, ആലം ആര. ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രമാണ് ആലം ആര. വാളയാർ ചുരം ഏത് ജില്ലയിലാണ്? വാളയാർ ചുരം ഏത് ജില്ലയിലാണ്? ഉത്തരം ഇതാണ്, പാലക്കാട്. വാളയാർ ചുരം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. കൗമുദി വാരികയുടെ പത്രാധിപർ ആരായിരുന്നു? അടുത്ത ചോദ്യം ഇതാണ്: കൗമുദി വാരികയുടെ പത്രാധിപർ ആരായിരുന്നു? ഉത്തരം നോക്കൂ, കെ ബാലകൃഷ്ണൻ. കൗമുദി വാരികയുടെ പത്രാധിപർ ആരായിരുന്നു? കെ ബാലകൃഷ്ണനാണ്.
കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ദേശീയപാത ഏതാണ്? കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ദേശീയപാത ഏതാണ്? ഉത്തരം NH-44. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ദേശീയപാതയാണ് NH-44. അടുത്ത ചോദ്യം, ക്രിക്കറ്റ് കളിയുടെ ആരംഭം ഏത് രാജ്യത്തായിരുന്നു? ക്രിക്കറ്റ് കളിയുടെ ആരംഭം ഏത് രാജ്യത്തായിരുന്നു? ഉത്തരം ഇംഗ്ലണ്ട്. ക്രിക്കറ്റ് കളിയുടെ ആരംഭം ഏത് രാജ്യത്താണ്? ഇംഗ്ലണ്ടിലാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഭൂമി സ്വയം കറങ്ങുന്നത് ഏത് തരം ചലനമാണ്? ഭൂമി സ്വയം കറങ്ങുന്നത് ഏത് തരം ചലനമാണ്? ഉത്തരം ഭ്രമണം. ഭൂമി സ്വയം കറങ്ങുന്നത് ഏത് തരം ചലനമാണ്? ഭ്രമണമാണ്. അടുത്ത ചോദ്യം ഇതാണ്, നമ്മുടെ ശരീരത്തിൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? നമ്മുടെ ശരീരത്തിൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഉത്തരം ലാക്രിമൽ ഗ്രന്ഥി. നമ്മുടെ ശരീരത്തിൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ലാക്രിമൽ ഗ്രന്ഥി. അടുത്ത ചോദ്യം, ചാൾസ് ഡാർവിൻ ജനിച്ച അതേ തീയതിയിൽ ജനിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ചാൾസ് ഡാർവിൻ ജനിച്ച അതേ തീയതിയിൽ ജനിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം എബ്രഹാം ലിങ്കൺ. ചാൾസ് ഡാർവിൻ ജനിച്ച അതേ തീയതിയിൽ ജനിച്ച അമേരിക്കൻ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ. അടുത്ത ചോദ്യം, ബെന്യാമിൻ രചിച്ച ആടുജീവിതം എന്ന നോവലിൻ്റെ പശ്ചാത്തലമായ ഗൾഫ് രാജ്യം ഏതാണ്? ബെന്യാമിൻ രചിച്ച ആടുജീവിതം എന്ന നോവലിൻ്റെ പശ്ചാത്തലമായ ഗൾഫ് രാജ്യം ഏതാണ്? ഉത്തരം സൗദി അറേബ്യ. ഏതാണ്? സൗദി അറേബ്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഉത്തരം ചാറിയ. ജാർഖണ്ഡിലാണ് ചാറിയ. അടുത്തത്, സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഇതാണ്, നേർവഴി. ഏതാണ്? നേർവഴി. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാഗാനം രചിച്ചതാര്? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാഗാനം രചിച്ചതാരാണ്? ഉത്തരം പന്തളം KP രാമൻപിള്ള. പന്തളം KP രാമൻപിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സൂപ്പർ പ്രസിഡന്റ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സൂപ്പർ പ്രസിഡന്റ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഇതാണ്, മഹാത്മാഗാന്ധിയെ. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു ക്വിസ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.